ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം 2023-24 സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2024 മാർച്ച് നടന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അതേപോലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും സോഷ്യൽ സയൻസ് മാത്രമല്ല ഭാഷയും ലാംഗ്വേജസും അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ക്ലാസ് 7 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറെക്കുറെ എളുപ്പം തന്നെയായിരുന്നു. പിന്നെ 10 ആക്ടിവിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 8 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്കറിയാവുന്ന 8 ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക. അതിനൊക്കെ ആ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കുക. റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി ഒന്ന് വായിച്ച് നോക്കിയാലോ. India is a country that is very different from other countries in terms of physiography, climate, soil types, natural vegetation and animal life. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് വ്യത്യസ്തമാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ക്ലൈമറ്റ്, അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, മണ്ണ്, സോയിൽ ടൈപ്സ്, നാച്ചുറൽ വെജിറ്റേഷൻ, ഇതിലെല്ലാം വ്യത്യസ്തത നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ ടൈപ്സ് ഓഫ് ഇന്ത്യാസ് ഫിസിയോഗ്രഫി ഫ്രം ദ പെക്യുലാരിറ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4ഉം ഓരോ സ്ഥലത്തിൻ്റെ സവിശേഷതകൾ, അതായത് ഫീച്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഏതാണെന്ന് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ദ ഫിസിയോഗ്രഫിക്കൽ റീജിയൻ വേർ ഹിൽ സ്റ്റേഷൻ ലൈക്ക് ഷിംല, ഡാർജിലിംഗ്, കുളു ആൻഡ് മണാലി ആർ ലൊക്കേറ്റഡ്. അപ്പോൾ നമുക്കറിയാം ഹിൽ സ്റ്റേഷൻസ് അല്ലേ, അങ്ങനത്തെ ഹിൽ സ്റ്റേഷൻസൊക്കെ ഉള്ള ഒരു ഫിസിയോഗ്രഫിക്കൽ റീജിയൻ ഏതാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ നോർത്തേൺ മൗണ്ടൻ റീജിയൻ ആണ്. ഏതാണ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻ. നെക്സ്റ്റ് റീജിയൻ ഫോംഡ് ഫ്രം ദ സോൾഡിഫിക്കേഷൻ ഓഫ് ലാവ. ലാവ തണുത്തുറന്നുണ്ടായ ഒരു റീജിയൻ. അതെ, റീജിയൻ ഫോംഡ് ഫ്രം ദ സോൾഡിഫിക്കേഷൻ ഓഫ് ലാവ. ലാവ തണുത്തുറന്നുണ്ടായ പ്രദേശമാണ് പ്ലാറ്റ്യൂ. രണ്ടാമത്തെ എന്താണ്? പ്ലാറ്റ്യൂ ആണ്. രണ്ടാമത്തേത് പ്ലാറ്റ്യൂ. ഒന്നാമത്തേതാണ് നോർത്ത് മൗണ്ടൻ റീജിയൻ. നോർത്ത് മൗണ്ടൻ റീജിയൻ. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ദ ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർത്ത് നിൽക്കുന്ന സ്ഥലം ഏതാണ്? നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് ആണ്. എന്താണ്? നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് ആണ്. ഇനി അടുത്തത് ദ റീജിയൻ അഡ്ജസൻറ്റ് ടു ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ. അതേതാണ്? കോസ്റ്റൽ പ്ലെയിൻ ആണ്. കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ആർ ദ ഐലൻഡ്സ് ഓഫ് ഇന്ത്യ ദാറ്റ് ആർ സിറ്റുവേറ്റഡ് ഇൻ ബേ ഓഫ് ബംഗാൾ. ഏതാണ്? ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേരിയേഷൻ ഇൻ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കോസസ് വേരിയസ് അറ്റ്മോസ്ഫറിക് ഫിനോമിന. ഓക്കെ, നമ്മുടെ അന്തരീക്ഷത്തിൽ പല ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ക്ലൈമറ്റിനെയും അതേപോലെ തന്നെ പലതിനെയും മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ പ്രസൻസ് ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ പാർട്ടിക്കിൾസ് ഉണ്ട്, ജലാംശമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് എഴുതാനാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഗിവൻ ബിലോ ആർ ദ സം ഇൻസ്ട്രുമെൻറ്റ് ഇൻ എ സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്, റൈറ്റ് ദെയർ യൂസസ്. അപ്പോൾ ആദ്യത്തേത് അനിമോമീറ്റർ ആണ്. രണ്ടാമത്തെ വിൻഡ് വെയിൻ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഹൗ ഡു എയർ കറൻറ്റ്സ് ഫ്രം. ഓക്കെ, എയർ കറൻറ്റ്സ് ഫോം. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ആക്ടിവിറ്റിയിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അനിമോമീറ്ററും വിൻഡ് വെയിനും എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അനിമോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിങ് വിൻഡ് സ്പീഡ്. കാറ്റിൻ്റെ സ്പീഡ് അളക്കാനാണ് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. അതേസമയം വിൻഡ് വൈൻ യൂസ് ചെയ്യുന്നതിന് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡിൻ്റെ ഡയറക്ഷൻ അറിയാനാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ പ്രസൻസ് ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ അന്തരീക്ഷത്തിൽ വാട്ടർ കണ്ടൻ്റ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് എഴുതാനാണ്. ഫിൽ ഐസ് ക്യൂബ്സ് ഇൻ എ കപ്പ്. ഫൈൻഡ്
വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് ഹാവ് ഫോംഡ് ഓൺ ദ കപ്പ്. അപ്പോൾ നമ്മളൊരു കപ്പിൽ ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു എന്താണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉള്ള പോലെ നമുക്ക് തോന്നും. ആസ് ദ കപ്പ് ഗെറ്റ്സ് കൂളർ ദ സൈസ് ഓഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസസ് ആൻഡ് ദേ സ്റ്റാർട്ട് മൂവിങ് ഡൗൺ. When the water vapor present in the air comes in contact with the cold surface of the cup, it clings as a water droplet. Next, how do air currents form? As a result of insolation, the atmospheric air expands, becomes less dense and rises up. This air movement is called air current. ഇപ്പോൾ ഇൻസൊലേഷൻ ഉണ്ടാകുമ്പോൾ വായുവിലെ ചൂട് വികസിക്കുകയാണ്, വായു ചൂട് പിടിച്ചിട്ട് വികസിക്കാനും. അപ്പോഴെന്താന്ന് ഡെൻസിറ്റി കുറവാണ്. അപ്പോഴെന്താ ഡെൻസിറ്റി കുറവായാൽ അത് മുകളിലേക്ക് ഉയരും. ഇങ്ങനെയാണ് ഈ ഒരു എയർ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എയർ കറൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് തേർഡ് ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, തേർഡ് ആക്ടിവിറ്റി എന്താണ്? certain human activities adversely affect the climate. ക്ലൈമറ്റിനെ മനുഷ്യന്മാരുടെ പല പ്രവൃത്തികളും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ക്ലൈമറ്റ്? പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് 2 remedial measures for this. അപ്പോൾ നമുക്ക് നോക്കാം. Increase in the average atmospheric temperature due to the increase in the content of gases like carbon dioxide and carbon monoxide. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നതിന് കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും കൂടുതലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കൂടുകയാണ്. Okay, these gases are released to the atmosphere as a result of excessive use of fossil fuels like coal, petroleum, etc. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം കാരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ ഗ്യാസസ് നമ്മുടെ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. അപ്പോൾ ഇത് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. Okay, the use of non-conventional sources of energy such as solar energy, wind energy, etc. instead of fossil fuels can remedy the situation into a certain extent. അതേപോലെ തന്നെ ഇതിനെന്തൊക്കെയാണ് റെമഡിയൽ മെഷേഴ്സ് എന്ന് വെച്ചാൽ, നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, അതെന്താണ്? സോളാർ എനർജി, അതേപോലെ വിൻഡ് എനർജി, ഇവയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു എന്താണ് സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അത് നമ്മൾ കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റി 4, സൊസൈറ്റി ഫോംസ് ദ ഫൗണ്ടേഷൻ ഫോർ ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സിസ്റ്റൻസ്. സൊസൈറ്റി കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഇൻഡിവിജ്വൽ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് സൊസൈറ്റി. ജസ്റ്റിഫൈ ദിസ് ഒപ്പീനിയൻ വിത്ത് റെസ്പെക്ട് ടു യുവർ ഡേ ടു ഡേ ലൈഫ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. അപ്പോൾ സൊസൈറ്റി ഇല്ലാണ്ട് നമുക്കും ജീവിക്കാൻ പറ്റില്ല, നമ്മളില്ലാതെ സൊസൈറ്റിക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗർ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ഡിഫറെൻറ്റ്. അപ്പം കമ്മ്യൂണിറ്റിയും അസോസിയേഷനും ഉള്ള ഡിഫറൻസ് എഴുതാനാണ്. 2 questions ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ആക്ടിവിറ്റി 4. ആൻ ഇൻഡിവിജ്വൽ ബിഗിൻസ് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരെ ആശ്രയിക്കാൻ തുടങ്ങുന്നുണ്ട്. ഫാമിലി, നെയ്ബേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിന്, വളർച്ചയ്ക്ക് ഈ ഫാമിലി ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്രം ദ സൊസൈറ്റി ദാറ്റ് വി ഇൻറ്റേർണലൈസ് ലാംഗ്വേജ്, ഡ്രസ് കോഡ്, മാനേഴ്സ് ആൻഡ് കൾച്ചർ. അപ്പം ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ഡ്രസ്സിങ് സെൻസ്, ഇതൊക്കെ നമ്മുടെ ഫാമിലീസിൽ നിന്നാണ്. നമുക്ക് കൾച്ചർ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. An individual established relationship with the different people at each stages of his life. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വളർന്നു വരുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും വളരെയധികം പീപ്പിളുമായിട്ട്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള പീപ്പിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ അല്ല നമ്മൾ കുറച്ച് വലുതാവുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകൾ മാറുന്നുണ്ട്. നമ്മൾ വ്യത്യസ്ത തരം ആളുകളുമായിട്ടാണ് നമ്മൾ കമ്പനി ആവുന്നത്. ഓക്കെ, സൊസൈറ്റി ഈസ് എ ലാർജ് where such webs of relations exist. Society forms the foundation for an individual development and existence. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിന് സൊസൈറ്റിയാണ് അടിത്തറ ഇടുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്മ്യൂണിറ്റിയും അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനറ്റ് ലൊക്കാലിറ്റി വിത്ത് ദ ഫീലിംഗ് ഓഫ് വൺനെസ്. ഓക്കെ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഫോംഡ് വിത്ത് എയിം ഓഫ് ഡെവലപ്പിംഗ് ദ ഇൻഡിവിജ്വൽസ് ടാലൻറ്റ് ഫോർ ദ കോമൺ ഗുഡ്. റെസിഡൻസ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് അസോസിയേഷൻ. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൂ റോട്ട് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എഴുതിയത് ആരാണ്? ഓക്കെ, അത് നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് പ്രിയാമ്പിൾ എഴുതിയത്. ഓക്കെ. നെക്സ്റ്റ്, read the following statement and write the correct answers. The Parliament has the power to modify the Constitution according to the time. The basic principle of the institution can never be changed. അപ്പം എന്താണ്? പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന മോഡിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിലേതാണ് ശരി? ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. രണ്ടും ശരിയാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഇയേഴ്സ് ആൻഡ് ദ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് എ ടൈം ലൈൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അസംബ്ലി ഗേവ് അപ്രൂവൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് 1950 എന്താ സംഭവിച്ചത് നോക്കാം. 1950 ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950. 1949 എന്താണ് സംഭവിച്ചത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഗേവ് അപ്രൂവൽ ടു കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷന് അപ്രൂവൽ നൽകിയ വർഷമാണ് 1949. 1946 ഒബ്വിയസ്ലി എന്താണ്? ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫസ്റ്റ് മീറ്റ് ചെയ്തൊരു വർഷമാണ് 1946. ഓക്കെ. ഇനി അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. Socialization is a process that enables an individual to live in society. How do the mass media help in socialization? മാസ് മീഡിയ എങ്ങനെയാണ് സോഷ്യലൈസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ സോഷ്യൽ സയൻസ് ക്ലബ് ഓഫ് എ സ്കൂൾ ഡിസൈഡഡ് ടു വിസിറ്റ് നിയർ ബൈ ഹോസ്പിറ്റൽ ആൻഡ് കണ്ടക്ട് സാനിറ്ററി അവയർനെസ് പ്രോഗ്രാം. റൈറ്റ് ഡൗൺ 3 such socialization activities that your school social science club can conduct. അപ്പം സോഷ്യൽ സയൻസ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യാവുന്ന 3 ആക്ടിവിറ്റീസ് എഴുതാം. അപ്പോൾ നിങ്ങളതൊന്ന് എഴുതി നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ദ മീഡിയ ഇൻഫ്ലുവൻസ് അവർ വ്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വേ ഓഫ് ലൈഫ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മീഡിയ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ കാഴ്ചപ്പാട്, അതേപോലെ നമ്മുടെ മനോഭാവം, നമ്മുടെ ലൈഫിൻ്റെ രീതി, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് മീഡിയ വഹിക്കുന്നുണ്ട്. ദേ ഹെൽപ്പ് ടു യൂണിറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പീപ്പിൾ ഓഫ് എ വേൾഡ് ഓൺ ടു എ സിംഗിൾ സൊസൈറ്റി. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നല്ല, ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, പല ഭാഗങ്ങളിലുള്ള ജനങ്ങളും ഇന്നെന്താണ് ആ യൂണിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അവർ എന്തെങ്കിലും ഒരു പിന്നെ കോമൺ ഗുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് ലോകമെമ്പാടും അറിയുന്നു. അതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെല്ലാവരും ഏത് മൂലയിലിരുന്നാലും നമ്മളിന്ന് കാണുന്നതും കേൾക്കുകയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് ഇന്ന് മാസ് മീഡിയക്ക് സോഷ്യലൈസേഷനുള്ളത്. ആക്ടിവിറ്റി 7 നോക്കാം. വിത്ത് ദ ഡിസ്കവറി ഓഫ് സീ റൂട്ട് ടു ഇന്ത്യ, ദ പോർച്ചുഗീസ് ആൻഡ് ഡച്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് റീച്ച്ഡ് ദ ഇന്ത്യ ഫോർ ട്രേഡ്. വാട്ട് ചേഞ്ച് ടു ദ എക്കണോമിക് കൾച്ചർ ആൻഡ് കേരള ഡ്യൂ ടു ദ റിലേഷൻ വിത്ത് ദ പോർച്ചുഗീസ്. ഇപ്പോൾ പോർച്ചുഗീസുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് വരുത്തിയതെന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ആദ്യം തന്നെ നമ്മൾ പറയാം. ദേ കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുരം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. 2 കോട്ടകളാണ് അവരുണ്ടാക്കിയത്. ഒന്ന് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂരിലും അതേപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കോട്ടപ്പുരം ഫോർട്ടും. പിന്നെ വേറെ എന്താണ്, അവർ കുറച്ച് അഗ്രികൾച്ചർ ക്രോപ്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗോവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര ദാറ്റ് ആർ ഫൗണ്ട് ഇൻ കേരള വേർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ്. ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഈ ഒരു അഗ്രികൾച്ചർ ക്രോപ്സൊക്കെ ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത്.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ്റെ ഉപയോഗം. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആർട്ട് ഫോം ചവിട്ട് നാടകം ഒക്കെ അവരുടെ ഒരു ഇമ്പാക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ദ പോർച്ചുഗീസ് could not establish many trade centers in India. Why? അവർക്ക് ഒരുപാട് ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കോമ്പറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. മറ്റുള്ള യൂറോപ്യൻ പവേഴ്സുമായിട്ട് കോമ്പറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മിലിറ്ററി സൈനിക വ്യവസ്ഥയും അവർക്കുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വന്ന് ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നാറ്റീവ് ഫോഴ്സസ്. അവർ പ്രാദേശികമായ ഒരുപാട് റെസിസ്റ്റൻസും അവർ നേരിട്ടിരുന്നു. സോയിലാണ് ആക്ടിവിറ്റി 8. സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് എ മാൻ. അപ്പോൾ സോയിൽ ഒരു മനുഷ്യൻ്റെ സർവൈവലിന് എന്ത് വേണം? സോയിൽ വേണം. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, മനുഷ്യന് മാത്രമല്ല പ്ലാന്റ്സിനും ആനിമൽസിനും എന്ത് വേണം? മണ്ണ് കൂടിയേ തീരൂ. ഓക്കെ, ഹൗ ഡസ് ദ സോയിൽ ഫോം? എങ്ങനെയാണ് ഈ മണ്ണ് രൂപം കൊള്ളുന്നത്? റൈറ്റ് എനി 3 ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും 3 ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പം മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണ്? മണ്ണുണ്ടാകുന്നത് റോക്സ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. റോക്സ് സൺലൈറ്റും റൈനും സ്നോ ഫോർ മെനി ഇയേഴ്സ് ബിഗിൻ ടു ഡിസിൻറ്റഗ്രേറ്റ്. റോക്സ് ഒരുപാട് കാലം മഴയും വെള്ളവും അതേപോലെ മഞ്ഞും കൊണ്ട് എന്താണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, പൊടിയാൻ തുടങ്ങും. സംടൈംസ് കെമിക്കൽ ചേഞ്ചസ് ഓൾസോ ഒക്കർ ഇൻ ദം. ചിലപ്പോൾ കെമിക്കൽ ചേഞ്ചസും ഒക്കെ ചെയ്യുന്നുണ്ട്. വെൻ ദ ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡീക്കേ ഇറ്റ് ഹാഡ്സ് ഹ്യൂമസ് കണ്ടക്ട് ടു ദ സോയിൽ. അപ്പോൾ റോക്സ് സൺലൈറ്റും പിന്നെ മഴയും വെയിലും ഒക്കെ ആയിട്ട് പൊടിയാൻ തുടങ്ങുന്നു. കൂടാതെ ഈ ചത്ത പ്ലാന്റ്സിൻ്റെയും അതേ ആനിമൽസൊക്കെ അഴുകാൻ തുടങ്ങും. അത് ഹ്യൂമസ് കണ്ടൻസ് സോയിലിന് കൊടുക്കുന്നു. സോയിൽ ഈസ് ഫോംഡ് ത്രൂ സച്ച് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് കോൺസ്റ്റൻ്റ്ലി ഓവർ 1000 ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഒരു മണ്ണ് നമ്മൾ കാണുന്ന ഈ മണ്ണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊള്ളുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് വാട്ടർ, എയർ, ഹ്യൂമസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. Soil often loses its fertility because of man and sculptures activities. അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ടാണ് എന്താണ് ഇതിൻ്റെ ഫെർട്ടിലിറ്റി പോകുന്നത്. എന്തൊക്കെയാണ്? എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ. ഒന്നാമതായിട്ട് നമുക്ക് എഴുതാം അമിതമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം, പെസ്റ്റിസൈഡ്സ് കീടനാശിനികളുടെ ഉപയോഗം, സാൻഡ് മൈനിങ് ഓഫ് റിവേഴ്സ് നദികളിൽ നിന്ന് മണലൂറ്റുക, പിന്നെ ഡീഫോറസ്റ്റേഷൻ വനനശീകരണം, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് കുന്നിടിക്കൽ. ഇതൊക്കെയാണ് എന്താണ് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി ലെഡ് ടു മാസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ലീഡേഴ്സ് ഫ്രം ദ ഗിവൺ ഹിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. ദ ലേഡി ലീഡർ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ആരാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. നെക്സ്റ്റ് ദ പേഴ്സൺ ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതേ വേണ്ടൂ. ഓക്കെ, ദ പേഴ്സൺ ഹൂ പാർട്ടിസിപ്പേറ്റ് അതെഴുതി. നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇനി എസ്റ്റാബ്ലിഷ്ഡ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആരാണ്? ഭഗത് സിംഗ് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് INA എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? രാഷ് ബിഹാരി ബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് എഴുതി വെക്കരുത്, രാഷ് ബിഹാരി ബോസ്. ഓക്കെ, അരുണ ആസിഫ് അലി എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക. ഡോക്ടർ BR അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ലാസ്റ്റ് വന്ന എന്തിരുന്ന ആക്ടിവിറ്റി 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ സോയിൽ പല ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, അതായത് ഭൂമിയുടെ പല ഭാഗത്തും പലതരത്തിലുള്ള മണ്ണാണ് അക്കോർഡിംഗ് ടു ദ ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. ഗിവൺ ബിലോ ആർ ദ മേജർ സോയിൽ ടൈപ്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഫൈൻഡ് ഔട്ട് ദ ഏരിയാസ് വേർ ദീസ് സോയിൽ ടൈപ്സ് ആർ ഫൗണ്ട് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൺ ഓൺ ദ മാപ്പ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നമുക്ക് ഗ്രേവൽ സോയിൽ അടയാളപ്പെടുത്താനുണ്ടായിരുന്നു.
പിന്നെ ബ്ലാക്ക് സോയിൽ ഉണ്ടായിരുന്നു, ഡെസേർട്ട് സോയിൽ ഉണ്ടായിരുന്നു, മൗണ്ടൻ സോയിൽ, റെഡ് സോയിൽ, അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക, നിങ്ങൾ എൻ്റർ ചെയ്തൊക്കെ കറക്റ്റാണോ നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.